നമസ്കാരം. നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയും കേരളത്തിന് വേദനിക്കുന്ന ഓർമ്മയായി മാറുകയാണ്. മണിയുടെ മരണത്തിൽ വ്യാപക പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം MLA PV അൻവറിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്. കുടുംബത്തിന് നഷ്ടപരിഹാര തുക നൽകുമെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. കുട്ടികളെ ട്രൈബൽ ഹോസ്റ്റലിലാക്കി തിരിച്ചു വരുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. മണിയെ കാട്ടാന ആക്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന 5 വയസ്സ് പ്രായമുള്ള മകൻ തെറിച്ചു വീണു. അത്ഭുതകരമായാണ് ഈ കുട്ടിയുടെ രക്ഷപ്പെടൽ. കൂടെയുണ്ടായിരുന്ന മറ്റു കുട്ടികളാണ് കുട്ടിയെ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. കാട്ടാന മണിയുടെ കുട്ടിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുകയായിരുന്നു. മറ്റുള്ളവരെല്ലാം സുരക്ഷിതമായി കോളനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഉൾവനത്തിലുള്ള കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കരുളായി വനമേഖലയിൽ വെച്ചാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഉൾവനത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് കോളനിയിൽ എത്താനാവുക. ആക്രമണം ഉണ്ടായതറിഞ്ഞ് വനം വകുപ്പ് ജീവനക്കാർ ഉൾവനത്തിൽ എത്തിയാണ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കാട്ടാന ആക്രമിച്ചപ്പോൾ മണിയുടെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നെന്നും അത്ഭുതകരമായാണ് 5 വയസ്സുകാരൻ രക്ഷപ്പെട്ടതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. വൈകിട്ടാണ് സംഭവം നടന്നതെങ്കിലും രാത്രി 8:10ഓടെ കൂടെയുണ്ടായിരുന്നവർ തിരിച്ചെത്തിയപ്പോഴാണ് മണിയുടെ സഹോദരൻ അയ്യപ്പൻ വിവരമറിഞ്ഞത്. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതും തിരിച്ചടിയായിരുന്നു. അയ്യപ്പൻ അപകട സ്ഥലത്തെത്തി മണിയെ ചുമന്നാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണിയെ 1.5 കിലോമീറ്റർ ദൂരമാണ് ചുമന്നത്. വാഹന സൗകര്യമുള്ള സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയാണ് ചുമന്ന് കൊണ്ടുവന്നത്. കണ്ണക്കൈയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് ജീപ്പിൽ കാടിന് പുറത്ത് എത്തിച്ചു. ആശുപത്രിയിലേക്കുള്ള വഴിയെയാണ് മണി മരിച്ചത്. മരിച്ച യുവാവിന്റെ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുമെന്നാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. ആദിവാസി നഗറിലെ വിഷയങ്ങളുമായി നേരിട്ടും MLA ഓഫീസിലും നിരന്തരം ബന്ധപ്പെടുകയും വ്യക്തിബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്ന സുഹൃത്തായിരുന്നു മണിയെന്നാണ് PV അൻവർ പറയുന്നത്. വനവും വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മണി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. MLA എന്ന നിലയിൽ ചെയ്യാനാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയും മണി അടക്കമുള്ള ആദിവാസി നഗറിലെ ആളുകൾ ഉന്നയിച്ച വനം വകുപ്പുമായും വന്യജീവികളുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.